വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ സ്നേഹഭവനങ്ങളിൽ ഗൃഹപ്രവേശനം നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കം ലീഗ് നേതാക്കൾ എല്ലാവരും ചടങ്ങിൽ പങ്കെടുത്തു. മുട്ടിൽ മേപ്പാടി സംസ്ഥാന പാതയോട് ചേർന്ന് തൃക്കൈപ്പറ്റയിൽ നിർമ്മിച്ച 51 വീടുകളിലാണ് ഗൃഹപ്രവേശനം നടന്നത്. ജൂൺ 15-ന് 25 വീടുകൾ കൂടി പൂർത്തിയാക്കി നൽകുമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഏറ്റവും മനോഹരമായ വീട്, മറ്റ് സൗകര്യങ്ങൾ ഇതൊക്കെ തന്നെ ഏർപ്പെടുത്തി കൊടുക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു. ഞങ്ങളെ ഇതിനുവേണ്ടി സഹായിക്കാൻ സമൂഹത്തിൻ്റെ നാനാതുറകളിൽപ്പെട്ട ആളുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ സമാഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ 51 വീടുകളുടെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇനി ബാക്കി 54 വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് മെയ് മാസത്തോടു കൂടി ഞങ്ങൾക്ക് അത് പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അർജുൻ കല്യാടാണ് ചെയ്യുന്നത്. അർജുൻ, ആ കുടുംബങ്ങൾക്ക് മാത്രമല്ല നമുക്കും ഏറെ സന്തോഷം നൽകുന്ന നിമിഷമായിരുന്നു. അങ്ങനെ ലീഗ് വാക്കുപാലിച്ചിരിക്കുന്നു. വിനീത, തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് 105 വീടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ ആദ്യഘട്ടമെന്ന രീതിയിൽ 51 വീടുകളുടെ ഗൃഹപ്രവേശന ചടങ്ങുകളാണ് ഇന്നിപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. ആ 51 വീടുകളിലും ഭൂരിഭാഗം വീടുകളിലും ഇന്നിപ്പോൾ താമസം തുടങ്ങുന്നു. ആ താമസം തുടങ്ങുന്നതിൻ്റെ ഭാഗമായി ഈ കുടുംബങ്ങൾ, അതായത് വീട് നൽകിയിട്ടുള്ള ആ കുടുംബങ്ങൾ, അതിജീവിതരായിട്ടുള്ളവർ, അവർ തയ്യാറാക്കിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു ചടങ്ങിലേക്ക് ഈ ലീഗിൻ്റെ നേതാക്കളെ എല്ലാം തന്നെ ക്ഷണിക്കുകയായിരുന്നു. ആ ചടങ്ങിൽ ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഒരു പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 51 വീടുകളാണ് നൽകിയിട്ടുള്ളത്. അതിൽ ബാക്കിയുള്ള 55-ലധികം വരുന്ന വീടുകൾ, അതിൽ 25 വീടുകൾ ജൂൺ മാസം 15-ാം തീയതിക്കകം പൂർത്തീകരിച്ച് നൽകും എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി ഇപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾ നടത്തിയിട്ടുണ്ട്. അതായത് 1.5 മാസത്തിനകം തന്നെ 25 വീടുകൾ നൽകുമെന്നും സെപ്റ്റംബർ മാസം ബാക്കിയുള്ള മുഴുവൻ വീടുകളും പൂർത്തീകരിച്ച് നൽകുന്ന നടപടികൾ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും അഭിമാനകരമാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് 51 കുടുംബങ്ങൾ ഇന്ന് ഒരു സ്നേഹഭവനത്തിലേക്ക് താമസം മാറിയിരിക്കുന്നു. വിനീത. ശരി അർജുൻ കല്യാട, വിശദാംശങ്ങൾ.